ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി എന്ന വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പാട്ടുവേദിയെ ഒന്നടങ്കം ഇമോഷണലാക്കിയ സംഗീതത്തിൻ്റെ സ്പർശമുള്ള ഒരപൂർവ സ്നേഹഗാഥ ടോപ്പ് സിംഗർ സീസൺ 5-ന്റെ മത്സരവേദിയിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന വിഖ്യാത ഗാനവുമായാണ് ടോപ്പ് സിംഗർ സീസൺ 5-ന്റെ സ്വന്തം അണ്ണനായ ദേവദർശ് ഡെഡിക്കേഷൻ റൗണ്ടിൽ പാടാനെത്തിയത്. 3 വർഷം അംഗൻവാടിയിൽ പഠിച്ചിട്ടാണ് ദേവദർശ് സ്കൂളിൽ ചേർന്നത്. ദേവദർശിനെ അംഗനവാടിയിൽ കൊണ്ടുചെന്നാക്കിയിട്ടായിരുന്നു അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അമ്മയെ കാണാൻ പറ്റാത്തതിൽ വിഷമിച്ച് കരയുന്ന ദേവദർശന് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന വിഖ്യാത ഗാനം പാടിക്കൊടുത്തുകൊണ്ടാണ് ദേവദർശിൻ്റെ ആദ്യ ടീച്ചറായ സിന്ധു ടീച്ചർ ആശ്വസിപ്പിച്ചിരുന്നത്. അമ്മയെ കാണാതെ വിഷമിച്ച് കരയുമ്പോൾ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ഗാനം പാടി തൻ്റെ കുഞ്ഞു മനസ്സിലെ സങ്കടം മാറ്റി സാന്ത്വനം പകർന്ന സിന്ധു ടീച്ചർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ടീച്ചറുടെ സാന്നിധ്യത്തിലാണ് ദേവദർശ് ഡെഡിക്കേഷൻ റൗണ്ടിൽ ഗാനം അവതരിപ്പിച്ചത്. വളരെ ഇമോഷണലായി അംഗൻവാടി കാലത്തെ പാട്ടോർമ്മകൾ പങ്കുവയ്ക്കുന്ന ദേവദർശിൻ്റെയും സിന്ധു ടീച്ചറിൻ്റെയും സംഗീതത്തിലൂടെ സാന്ത്വനം പകർന്ന അപൂർവ സ്നേഹഗാഥ ഹൃദയസ്പർശിയായ വൈകാരിക അനുഭൂതിയാണ് ടോപ്പ് സിംഗർ പ്രേക്ഷകർക്ക് പകർന്നത്.